ഇത് എൻ്റെ വീടിൻ്റെ മുൻവശം. എപ്പോഴും അമ്മമ്മ ഇവിടെ ഇരിപ്പുണ്ടാവും. ചുറ്റിലും വീടുണ്ട്. എൻ്റെ വീടിന് നടുന്ന് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഞാൻ പുറത്തു പോയി പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അവനവൻ്റെ വീട്ടിൽ കുത്തിയിരിക്കുന്നതിൻ്റെ സുഖം മേടിയിരുന്ന അത് കിട്ടൂല. ചേമ്പ് കിളക്കണം എന്നാണ് അമ്മമ്മ പറയുന്നത്. ചെടികളെല്ലാം നോക്കാൻ വേണ്ടി മുറ്റത്തിറങ്ങിയതാണ് ഞാൻ. അതിനെ പരിപാലിക്കാത്തതുകൊണ്ട് അതെല്ലാം കാട് പിടിച്ചു. നല്ല മഴയായതുകൊണ്ട് ആണിയിലെല്ലാം വെള്ളം നല്ലോണം കയറി. ഇതാണ് എൻ്റെ വീട്ടിലെ കിള. ഈ ഒരു ഭാഗത്ത് നമ്മൾ കിള എന്ന് പറയാം, ആണിയെന്നും പറയും. ഈ വെള്ളം പോകുന്നത് അങ്ങ് തോട്ടിലാണ്, നേരെ അങ്ങ് പോവും. ഇനി അമ്പിളി ഒന്ന് ദോശ കൊടുക്കാതെ പറ്റിച്ചാലോ? അമ്പിളി അമ്പിളി മഴക്കാലം കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ്. ഞാൻ എറണാകുളത്ത് പോയി പഠിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെയാണ് എൻ്റെ നാടിൻ്റെ ഒരു ഫീലിങ്സ് ഞാൻ മനസ്സിലാക്കിയത്. ട്രെയിനിൽ നിന്ന് കോഴിക്കോട് നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പം തന്നെ ഒരു കോഴിക്കോടിന് ശേഷം ഒരു പ്രത്യേക ഒരു ഫീലിംഗാണ്. ഞാൻ വെറുതെ വിളിച്ചാണ്. ടാറ്റാ, പൊക്കോ. നിങ്ങളുടെ കൈ കൊണ്ടല്ലേ ഉണ്ടോ? മാറ്റി അന്നേരം ഓക്കെ. വാ അമ്പിളി വാ. ഇങ്ങനെയെല്ലാം ചെയ്യുവാന്നൊക്കെ കേൾക്കുന്നുണ്ട്. എനിക്ക് കൊത്തു കിട്ടുവേ വേണം. പശു ഒന്ന് പാപ്പ തച്ചു വരാനല്ല, പശു തിന്നാൻ ൊന്നുമില്ല. ഞാൻ അമ്പിളീന് ഹലോ ഗൈസ്, നമ്മളിപ്പോൾ അമ്പിളിയെ ആലയിൽ കൂട്ടാൻ കൊണ്ടുപോവുകയാണ്. പാപ്പോ ഇതാണ് ഗൈസ് നമ്മുടെ പശുക്കളുടെ ആല. അങ്ങനെ ഞങ്ങൾ അമ്പിളിയും കൊണ്ട് ആലേൻ്റെ അടുത്തേക്ക് ലൂട്ടു. ഓ, അടങ്ങി നിൽക്കുന്നുണ്ടല്ലോ അതട. തിന്നാനൊന്നും ഇല്ലാതെ അത് നിനക്ക് തിന്നണ്ടേ അല്ലല്ലോ. കുട്ടാപ്പി കിങ്ങിണി, ഇതാണ് കൂട്ടത്തിലെ സാധനം. ഇനി തൊടുന്ന ഇഷ്ടമല്ലാണ്ടാ കുത്തുന്നാണ്ട. ആ ഉണ്ടാ നിനക്കത്ര അഹങ്കാരം, നിനക്കെന്ന അഹങ്കാരം. അഹങ്കാരി. വരട്ടെ വരട്ടെ. യൂട്യൂബിലിടാൻ. ആ
കുട്ടോ എനിക്ക് എന്നട വേണ്ട തിന്നാനൊന്നുമില്ല.